ഒരു വലിയ സിനിമയുടെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ചിത്രീകരണത്തിനിടെ ആ സിനിമയിൽ ഏറെ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നടന്മാരിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ എന്തു ചെയ്യും? വഴികളൊന്നുമില്ല. ഒരുപക്ഷെ സിനിമ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം. എന്നാൽ മാറിയ കാലത്തെ സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തി ഈ പ്രതിസന്ധിയെ മറികടന്നിരിക്കുകയാണ് ഇന്ത്യൻ 2-യിലൂടെ സംവിധായകൻ ശങ്കർ. താരങ്ങൾക്ക് മരണമില്ലാത്ത സിനിമാ കാലത്തിന്റെ തുടക്കമാകുമോ ഇതെന്ന ആകാംക്ഷയിലാണ് ആരാധകർ. 1996-ൽ ഇറങ്ങിയ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിരുന്ന പിൻകാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ താരങ്ങളെ ഒഴിവാക്കാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയും വിഷ്വൽ എഫക്റ്റും കമ്പ്യൂട്ടർ ഗ്രാഫിക്സും സമന്വയിപ്പിച്ച് സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ത്യൻ 2-യിലൂടെ അണിയറ പ്രവർത്തകർ. മലയാളികളുടെ പ്രിയപ്പെട്ട മഹാനടൻ നെടുമുടി വേണു, തമിഴ് താരങ്ങളായ മനോബാല, വിവേക് എന്നിവരാണ് സാങ്കേതിക വിദ്യയിലൂടെ സ്ക്രീനിലെത്തുന്നത്. സിനിമയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതയുടെ വലിയൊരു വാതിലാകും ഇന്ത്യൻ 2-യിലൂടെ തുറക്കപ്പെടുന്നത് എന്ന് വേണം കരുതാൻ. 2019-ൽ ചിത്രീകരണം ആരംഭിച്ച ശേഷം കോവിഡ് അടക്കമുള്ള പല കാരണങ്ങളാൽ സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങിയിരുന്നു. ഇതിനിടെ 2020-ൽ ലൊക്കേഷനിൽ ഉണ്ടായ അപകടത്തിൽ 3 ജീവനുകൾ നഷ്ടമായി. ഇത് സിനിമയുടെ ചിത്രീകരണത്തെ പ്രതിസന്ധിയിലാക്കി. ക്രെയിൻ പൊട്ടിവീണ അപകടത്തിൽ സഹസംവിധായകരായ മധു, കൃഷ്ണൻ എന്നിവരും സെറ്റിലെ സഹായിയായിരുന്ന മറ്റൊരാളും അന്ന് മരണപ്പെട്ടു. സംവിധായകൻ ശങ്കർ പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. പ്രശ്നങ്ങൾ അവിടെയും തീർന്നില്ല. 1-ാം ഭാഗത്തിൽ ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച 2-ാം ഭാഗത്തിൽ ഏതാനും സീനുകൾ ഇതിനകം അഭിനയിച്ചു കഴിഞ്ഞ നെടുമുടി വേണുവിന്റെ വിയോഗമാണ് അടുത്ത പ്രതിസന്ധി ഉണ്ടാക്കിയത്. ആ വർഷം തന്നെ നടൻ വിവേകും നമ്മെ വിട്ടുപിരിഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മനോബാലയ്ക്ക് അഭിനയിക്കാൻ കഴിഞ്ഞതുമില്ല. 2023-ൽ അദ്ദേഹവും വിട പറഞ്ഞു. അങ്ങനെ എണ്ണിയാൽ തീരാത്ത വെല്ലുവിളികൾ. എങ്കിലും മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കാൻ സംവിധായകൻ ശങ്കർ തയ്യാറായില്ല. പ്രതിസന്ധികളെ ഓരോന്നും തരണം ചെയ്തു. അങ്ങനെ സേനാപതിയുടെ 2-ാം വരവിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. കമലഹാസന്റെ തിരിച്ചുവരവ് കാത്തിരുന്ന പ്രേക്ഷകർക്ക് മുന്നിലിതാ നമ്മുടെ സ്വന്തം നെടുമുടി വേണു. പ്രതീക്ഷ ഡബിൾ ഇരട്ടി. ഇന്ത്യനിൽ നെടുമുടി വേണു അവതരിപ്പിച്ച കൃഷ്ണസ്വാമി എന്ന CBI ഉദ്യോഗസ്ഥന്റെ ശക്തമായ കഥാപാത്രം 2-ാം ഭാഗത്തിൽ നിന്നും ഒഴിവാക്കാൻ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല. നടൻ വിവേകിന്റെ രംഗങ്ങളാകട്ടെ കൂടുതലും നേരത്തെ തന്നെ ഷൂട്ട് ചെയ്തിരുന്നു. ഇവരെയെല്ലാം ബോഡി ഡബിൾ ഡ്യൂപ്പ്, AI സാങ്കേതികത എന്നിവയിലൂടെയാണ് സിനിമയിൽ വീണ്ടും എത്തിച്ചിരിക്കുന്നത്. സിനിമയിൽ ടെക്നോളജിയുടെ ഉപയോഗം വളരെ ആദ്യം കൊണ്ടുവന്ന സംവിധായകനാണ് ശങ്കർ. യന്ത്രനും അയ്യുമൊക്കെ സ്വീകാര്യത നേടിയപ്പോൾ കിട്ടിയ ആത്മവിശ്വാസത്തിലാകും ശങ്കർ ഇതുപോലൊരു തീരുമാനം എടുത്തത്. വിജയ് നായകനാകുന്ന ഗോട്ട് എന്ന സിനിമയിൽ അന്തരിച്ച ഗായിക ഭവതാരിണിയുടെ ശബ്ദത്തിൽ AI സാങ്കേതിക വിദ്യയിലൂടെ എത്തിയ ഗാനം ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. അങ്ങനെ ഇന്നിറങ്ങുന്ന വലുതും ചെറുതുമായ നിരവധി ചിത്രങ്ങളിൽ AIയുടെ സ്വാധീനമുണ്ട്. മൺമറഞ്ഞവരെ കൂടി സിനിമയിൽ കഥാപാത്രങ്ങളായി കൊണ്ടുവരിക എന്നത് വിജയിച്ചാൽ വരും കാലത്ത് സിനിമയിൽ കാലനുണ്ടാകില്ല എന്ന കാര്യത്തിൽ സംശയമില്ല.